അപ്പൊ നമുക്ക് എന്താ വേണം? നമ്മൾ പറഞ്ഞ വിഷയം ചെറുപ്പക്കാർ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. സുബഹിക്ക് വിളിക്കും. നല്ല ഒന്നുകൂടെ ശ്വാസം പിടിച്ചു വിടാം. അത് പിടിച്ചു വിട്ട് ഒന്നും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം. ഒരു ബെഡ് കാഫി കൊടുക്കാം. സുബൈക്ക് പള്ളിയിൽ പോകുന്നവർക്ക് ഒരു ബെഡ് കാഫി ഇട്ട് കൊടുക്കാം. സുബൈക്ക് പള്ളിയിൽ പോകുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി രാവിലെ എഴുന്നേറ്റ ഉടനെ എഴുന്നേറ്റ ഉടനെ മിസ്വാക്ക് ചെയ്യുക, തണുത്ത വെള്ളം കുടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുമായിരുന്നു. ഇന്ന് ഡോക്ടർമാർ പറയുന്നതാണ് തണുത്ത വെള്ളം കുടിക്കണം രാവിലെ വെറും വയറ്റിൽ. പോട്ടെ, അത് ശാസ്ത്രം, വൈദ്യശാസ്ത്രം, അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. അപ്പൊ ചെറുപ്പക്കാർ, യുവാക്കളെ, നിങ്ങളെ വിളിക്കുകയാണ്, വാ പള്ളിയിലേക്ക് വാ. ഉറക്കത്തെക്കാൾ ശ്രേഷ്ഠമാണ് നമസ്കാരം. വെറുതെ ആണോ 5 നേരം വിളിക്കുന്നത്? വേറെ ജോലിയൊന്നും ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ വിളിക്കുന്നത്? ഇബാദത്തിൽ കഴിഞ്ഞുകൂടണം. ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നതിന് പകരം നിങ്ങൾ അതിന്റെ പിന്നാലെ ടച്ച്, പഞ്ചിങ്, കിസ്സിങ്, പ്രസ്സിങ്, ടച്ചിങ് ഇതുമായിട്ട് നടന്നാൽ നാളെ ആഖിറത്തിൽ വരും. ചെറുപ്പക്കാരെ, اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. യാസീൻ ഓതുന്നവർ മനസ്സിലാക്കുമ്പോൾ യാസീൻ ഓതുന്നവരാണ്. ഈ ആയത്ത് വരുമ്പോൾ ഓർത്തോളി. ഈ ആയത്ത് വരുമ്പോൾ നമ്മുടെ ലൈനൊക്കെ ഒന്ന് ഓർത്തോണം എല്ലാവരും. ഈ ആയത്ത് ആർക്കൊക്കെ മെസ്സേജ് വിട്ടിട്ടുണ്ട്, ആർക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് അർശിന്റെ തണല് വേണമോ? അല്ലാഹു നിന്നെ സ്കാൻ ചെയ്യുകയാണ്. നിന്റെ നാവിനെ അല്ലാഹു ബന്ധിക്കുകയാണ്. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഇന്ന അവ്വല അമ്മിൻ യതകല്ലമു യൗമ യുഖ്തമു അലൽ അഫ്വാഹ് ഫഖദുഹു മിനർ റിജ്ലി ശിമാൽ. നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് അർശിന്റെ തണല് നൽകപ്പെടുന്നതിന് മുമ്പ് ഇതാ വിചാരണ ചെയ്യുകയാണ്. ആദ്യം നിന്റെ വായ് ബന്ധിക്കുകയാണ്. നിനക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. നിന്റെ അവയവങ്ങളാണ് പിന്നീട് അല്ലാഹുവിനോട് എവിടെയൊക്കെ പോയിട്ടുണ്ട്, എവിടെയൊക്കെ തലോടിയിട്ടുണ്ട്, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇത് മുഴുവനും പറയുന്നത് അവയവങ്ങളാണ്. ആ അവയവങ്ങളിൽ ആദ്യമായി സംസാരിക്കുന്ന അവയവം ഫഖദുഹു മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ല. ആ ഇടത് കാല് പടച്ചവനോട് വിളിച്ചു പറയുകയാണ്, വഖാല യാ റബ്ബി, പടച്ചവനെ, റകിബ്തു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റിയ കാലാണ് ഞാൻ. എത്ര പെണ്ണിനെ ബൈക്കിൽ വെച്ച് കൊണ്ടുപോയ കാലാണ്. എത്ര നൈറ്റ് ക്ലബ്ബുകളിൽ പോയ കാലാണ്. എത്ര പെണ്ണിന്റെ മടിയിലേക്ക് എടുത്തു വെച്ച കാലാണ്. എത്ര തിരക്കുള്ള ബസിന്റെ പിന്നിന്റെ പിന്നാലെ ചേർത്ത് വെച്ച കാലാണ്, തുടയാണ്. പടച്ച റബ്ബേ, ആരോരുമില്ലാത്ത വീട്ടിൽ ഭർത്താവ് ഗൾഫിൽ പോയ സമയത്ത് ആ പെണ്ണിനോടൊപ്പം കിടന്ന തുടയാണ്. അല്ലാ, നീ പറയേണ്ട ചെറുപ്പക്കാരാ, നീ പറയേണ്ട ചെറുപ്പക്കാരാ, ഈ അവയവമാണ് പറയുക. ആദ്യമായി നമ്മുടെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖദുഹു മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണ്. പ്രവാസികളെ, ഹലാലായ ഭാര്യയുണ്ടായിട്ട് 2 വർഷവും 3 വർഷവും 4 വർഷവും വിദേശ ജീവിതം നയിച്ചിട്ട് ഫലസ്തീനി പെണ്ണിനെ, സൂരി പെണ്ണിനെ, മിസ്രി പെണ്ണിനെ, ശ്രീലങ്കി പെണ്ണിനെ, ഫിലിപ്പൈനി പെണ്ണിനെ നിന്റെ മടിയിലേക്ക് എടുത്തു വെക്കാറില്ലേ? നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ തുടയല് പറയും അത്രേ, യാ റബ്ബി, പടച്ചവനെ, റകിബ്തു ലിൽ ഹറാം, ഹറാമായ വാഹനം കയറ്റി ഞാൻ. അല്ലാഹ്, നമ്മളൊന്നും
ന്യൂ ജനറേഷൻ. ഇബാദത്ത് വെറുതെ കിട്ടൂല, വെറുതെ അർശിന്റെ തണല് കിട്ടൂല, വെറുതെ കിട്ടൂല. ഇപ്പൊ തന്നെ ചാൻസ് ഉണ്ടല്ലോ, ഏത് തെറ്റാണെങ്കിലും അല്ലാഹു മാപ്പാക്കി തരും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, ഖേദിക്കരുതേ, വിഷമിക്കരുതേ. പാപികളാണ് നമ്മൾ, സാധുക്കളാണ് നമ്മൾ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോലും തെറ്റിലേക്ക് കടന്നു പോയെങ്കിൽ അതിന്റെ മക്കളും അതിലേക്ക് വീണു പോകാം. അള്ളാഹു അതിനും മരുന്ന് തന്നിട്ടുണ്ട്, അതിന് പോംവഴി നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്. ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയോ, ആരെങ്കിലും മറ്റൊരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ, ആരെങ്കിലും അനാശാസ്യ മ്ലേച്ഛ സംസ്കാരത്തിന് ആരെങ്കിലും കൂട്ടുനിൽക്കുകയോ, ആ കൂട്ടുനിൽക്കുന്ന സമയത്ത് ഉടനെ പടച്ച തമ്പുരാനെ ഓർക്കുകയാണ്. അല്ലാഹുവേ, നീ മറയില്ലാത്തവനാണല്ലോ. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ ഉള്ളിലുള്ള രഹസ്യങ്ങളും മന്ത്രങ്ങളും അല്ലാഹുവേ നീ അറിയുന്നവനല്ലേ. ഉടനെ അവൻ റബ്ബിനെ ഓർക്കുകയാണ്. അവരുടെ പാപങ്ങളിൽ നിന്ന് അവരുടനെ പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അല്ലാഹു അല്ലാതെ അവർക്ക് ആരാണ് മാപ്പ് നൽകുക? അതുകൊണ്ട് ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമിയാ, എല്ലാ പാപങ്ങളും അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തൗബ ചെയ്തു മടങ്ങിക്കോ. കൈകാലികൾ ചെയ്ത തെറ്റുകൾക്ക് റബ്ബിലേക്ക് മടങ്ങിക്കോ. നാളെ അർശിന്റെ തണലിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നബിതങ്ങളോടൊപ്പം അർശിന്റെ താഴ്ഭാഗത്ത് നമുക്ക് പരിലസിക്കാം. ശാബുൻ നശാഫി ഇബാദത്തില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇബാദത്തിന് വേണ്ടി ഒരുക്കം കൂട്ടിയ, അതിനു വേണ്ടി പരിശ്രമിച്ച ചെറുപ്പക്കാരായ യുവാവേ, നിനക്ക് അർശിന്റെ തണലാണ്.